വാഹനം സ്വന്തമാക്കുക എന്നത് ഏവരുടെയും സ്വപ്നമാണ്. എന്നാൽ ആ വാഹനം സ്വന്തമായി നിർമ്മിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കളഞ്ഞൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിത്യൻ. 3 പേർക്ക് സഞ്ചരിക്കാവുന്ന തരത്തിൽ സൗരോർജ്ജത്തിലും പെട്രോളിലും ഓടുന്ന വാഹനമാണ് ഈ കൊച്ചുമിടുക്കൻ തയ്യാറാക്കിയത്. പാനൽ, ബാറ്ററി, മോട്ടോർ, ഒരു പെട്രോൾ എഞ്ചിൻ, മ്യൂസിക് സിസ്റ്റം എന്നിവയാണ് ആദ്യത്തെ നിർമ്മിച്ച വാഹനത്തിലുള്ളത്. സൗരോർജ്ജത്തിലും പെട്രോളിലും ഓടുന്ന വാഹനത്തിൽ 3 പേർക്ക് സഞ്ചരിക്കാം. ആകെ നിർമ്മാണ ചെലവ് 10,000 രൂപ. മുൻപ് ആദിത്യനും കൂട്ടുകാരും സബ് ജില്ലാ ശാസ്ത്രമേളയ്ക്ക് പങ്കെടുത്തപ്പോൾ കണ്ട കാറിന്റെ മോഡലാണ് ഇങ്ങനെ ഒരു വാഹനം നിർമ്മിക്കാനുള്ള ആശയത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് മനസ്സിൽ തോന്നിയ ആഗ്രഹം സ്കൂളിലെ ടീച്ചർമാരോട് പങ്കുവച്ചു. അവരും പൂർണ്ണ പിന്തുണ നൽകി. പണ്ട് സബ് ജില്ല മത്സരത്തിന് പോയിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അന്ന് തോന്നിയ ആശയം 9ാം ക്ലാസ് അവസാനത്തോടെ ഞങ്ങൾ ടീച്ചറിനോട് പങ്കുവച്ചു. ടീച്ചർ അപ്പോൾ പറഞ്ഞു, നമുക്ക് ഇതേപോലെ എന്നാ വണ്ടി ഉണ്ടാക്കാം, പ്ലാനൊക്കെ വരച്ച് സെറ്റാക്കാം. അപ്പോൾ അതേപോലെ പ്ലാനൊക്കെ വരച്ച് ടീച്ചറിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇതിന് പൈസ ഇതിട്ട് ചിലവാകുമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, പൈസ കുഴപ്പമില്ല, ടീച്ചറായിട്ട് വന്ന് പൈസ ഇട്ട് സഹായിക്കാന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാ. കൂട്ടുകാരും 2 വീലർ മെക്കാനിക്കായ അച്ഛൻ പ്രകാശും വാഹന നിർമ്മാണത്തിനുള്ള സഹായങ്ങളുമായി ആദ്യത്തിനൊപ്പം ചേർന്നു. സാമ്പത്തിക സ്കൂളിൽ എനിക്ക് പൈസ തന്നായിരുന്നു, ടീച്ചർ തന്നായിരുന്നു. പിന്നെ ബാക്കി നമ്മളും കൂടെ ചെയ്ത് ഒപ്പിച്ചെടുക്കാം. ബുദ്ധിമുട്ടൊക്കെയാ, എന്നാലും ചെറുക്കനില്ല, അതുകൊണ്ട് ചെയ്തെടുത്തു. സോളാർ പവർ ഇല്ലാത്തപ്പോൾ വാഹനം ഓടിക്കാൻ സ്കൂട്ടറിന്റെ എഞ്ചിനാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. പുതിയ വാഹനത്തിനുള്ള മനോഹരമായ ബോഡിയും കവറിങ്ങും നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ആദിത്യൻ. ന്യൂസ് 18 പത്തനംതിട്ട. ആലപ്പുഴ പത്തിയൂരിൽ സ്റ്റേഡിയം ഒരുങ്ങുന്നു. കായംകുളം പഞ്ചായത്ത് ഹൈസ്കൂൾ മൈതാനമാണ് സ്റ്റേഡിയമായി മാറ്റുന്നത്. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഡിയം നിർമ്മാണം. ഫുട്ബോൾ, ഹോക്കി തുടങ്ങിയ കായിക വിനോദങ്ങളുടെ പരിശീലനത്തിന് ഉതകുന്ന രീതിയിലാണ് സജ്ജമാക്കുന്നത്. ഗാലറി, പോൾ ലൈറ്റുകൾ, ഡ്രൈനേജ്, ഡ്രസ് ചേഞ്ചിംഗ് റൂമുകൾ, ഭിന്നശേഷിക്കാർക്കുൾപ്പെടെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. ഡ്രൈനേജ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷവും കായിക വകുപ്പിൽ നിന്ന് 50 ലക്ഷവുമാണ് സ്റ്റേഡിയത്തിനായി വകയിരുത്തിയത്. 9 മാസത്തിനുള്ളിൽ സ്റ്റേഡിയം പ്രവർത്തന സജ്ജമാകുമെന്ന് പ്രതിഭ MLA പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ കായിക വകുപ്പും 50 ലക്ഷം രൂപ MLA ഫണ്ട് ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ പഞ്ചായത്ത് ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ ലോങ് ജമ്പ് പിറ്റും ഒക്കെയായി മനോഹരമായ രൂപത്തിൽ ഡ്രസ് ചേഞ്ചിങ് സെന്ററും ഒക്കെയായി ബൗണ്ടറി വാൾ ഉണ്ടാവും, ലൈറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ആ കിട്ടിയ സ്ഥലത്ത് മനോഹരമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ പത്തിയൂർ പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുക. ന്യൂസ് 18 കായംകുളം. തിരുവനന്തപുരം ജില്ലയിലെ 2ാമത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ കട്ടാക്കടയിൽ അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കും. ഡിപ്പോ വളപ്പിലാകും സ്കൂൾ പ്രവർത്തിക്കുക. CMD പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഡിപ്പോയിലെത്തി സ്ഥല സൗകര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനമെടുത്തത്. 5 ഏക്കർ വിസ്തൃതിയുള്ള ഡിപ്പോയിൽ നിന്നും കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കാനും ഡിപ്പോയിലെ സ്ഥലം പരമാവധി വികസന കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും IB സതീഷ് MLA മന്ത്രി ഗണേഷ് കുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. സീവേജ് പ്ലാന്റ് സ്ഥാപിക്കുന്നതുൾപ്പെടെ കാട്ടാക്കട പഞ്ചായത്ത് നൽകിയ വിവിധ പദ്ധതികൾക്ക് ഉടൻ അംഗീകാരം നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി MLA അറിയിച്ചു. ഡിപ്പോയുടെ ഭാവി വികസനം മുന്നിൽ കണ്ട് പദ്ധതി തയ്യാറാക്കാൻ MLAയുടെയും CMDയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു. വിശദമായ പദ്ധതി തയ്യാറാക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും ചുമതലപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം.